കത്തോലിക്ക സഭയുടെ കാനൻ ലോ അനീതിയാണ്. ആ കാനോണിൽ ഒപ്പുവെച്ച മാർപ്പാപ്പമാർ അനീതി ചെയ്യുകയായിരുന്നു. ആ മാർപ്പാപ്പമാരും തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ മാർപ്പാപ്പമാർ തെറ്റ് ചെയ്യുകയായിരുന്നു. കാനൻ ലോ മെത്രാന്മാരെ തറവാട്ടിൽ കൊണ്ടുവയ്ക്കൂ, ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഒരിക്കലും തെറ്റുപറ്റാത്ത ഞങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമം മാത്രമേ അനുസരിക്കൂ. ഇതെൻ്റെ വാക്കുകളല്ല. ഇത് ഈ നിൽപ്പ് സമരം വിളംബരം ചെയ്തുകൊണ്ടുള്ള പത്രസമ്മേളനത്തിലും പിന്നെ ആ നിൽപ്പ് സമരത്തിലും കേട്ട ചില വാക്കുകൾ ഞാൻ ക്രോഡീകരിച്ചതാണ്. സഭയുടെ കാനൻ ലോ, സഭാ നിയമം അനീതിയാണ് എന്നാണ് അവർ പറയുന്നത്. ആ സഭാ നിയമം കാനൻ ലോ ഒപ്പുവെച്ച മാർപ്പാപ്പന്മാർ അനീതി ചെയ്യുന്നു എന്നാണ് അവർ പറയണേ. അതായത് 1917, 1987, 1990, 1917 ലത്തീൻ സഭയുടെ കാനൻ ലോ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതൊരു നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് പുതുക്കിയതാണ് 1987. പൗരസഭകൾക്ക് വേണ്ടിയുള്ള കാനൻ ലോ 1990. അപ്പോൾ 1917, 87, 90 പ്രസിദ്ധം ചെയ്ത സഭയുടെ കാനൻ ലോ അനീതിയാണ് അവർ പറയണേ. അപ്പോൾ അതിൽ ഒപ്പുവെച്ച മാർപ്പാപ്പന്മാരും അനീതി ചെയ്തു അത്രേ. അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമായിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് തെറ്റുപറ്റുകയായിരുന്നു. കടുത്ത സഭാവിരോധികൾ പോലും പറയാൻ അറയ്ക്കുന്ന ആരോപണങ്ങളാണ് എറണാകുളത്തെ വിമത വൈദികർ നടത്തുന്നത്. ഇതുവരെ അവർ സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാന്മാരുടെ സിനഡും സുറിയാനി ലിറ്റർജിയുമായിരുന്നു അവർക്ക് അനീതി. ഇപ്പോൾ ഇത് സഭയുടെ കാനൻ നിയമവും അനീതിയാണെന്ന് പറയാണ്. എന്താണ് കാര്യം? നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിനകത്ത് മുണ്ടാടനച്ചൻ പറഞ്ഞ, അതായത് നിൽപ്പ് സമരം അത് വിളംബരം ചെയ്യുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമം മാത്രമേ അനുസരിക്കൂ, സഭയുടെ കാനൻ നിയമം ഞങ്ങൾ അനുസരിക്കില്ല. സഭയുടെ കാനൻ നിയമം ഞങ്ങൾ അനുസരിക്കില്ല, ക്രിസ്തുവിൻ്റെ നിയമം മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ. ഇത് മുണ്ടാടനച്ചൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഇവരെ ക്രിസ്തുവിൻ്റെ വചനപ്രകാരം വിമതരെ ജഡസംഹാരത്തിനായി സാത്താന് വിട്ടുകൊടുക്കുക. ദുർനടപ്പുകാർ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി അവരെ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. എവിടെയാണിത് ക്രിസ്തു പറഞ്ഞത്? 1 കൊരിന്തോസ് 5:1, 5:5. ക്രിസ്തു നേരിട്ടല്ല, പൗലോസിലൂടെ. അത് പക്ഷേ ക്രിസ്തുവിൻ്റെ വചനമാണ്, നമ്മുടെ വേദപുസ്തകത്തിലെ വചനമാണ്. 1 കൊരിന്തോസ് 5, 1 മുതൽ 5 വരെ നിങ്ങൾക്ക് വായിക്കാം. 5:1, 5 ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ദുർനടപ്പുകാരൻ അവിടെ ഒരു സിംഗുലറാണ്. ദുർനടപ്പുകാർ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി അവരെ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ വ്യാഖ്യാനിക്കാം. ചുരുക്കത്തിൽ ഇവരെന്താണ് പറയുന്നത്? മുണ്ടാണച്ചനും കൂട്ടരും എന്താണ് പറയുന്നത്? ഞങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമം മാത്രമേ അനുസരിക്കൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ നിയമം ഞാൻ നിങ്ങളുടെ സഭയുടെ കാനൻ അനുസരിക്കേണ്ടതാണ്. അതിനകത്ത് ഒരു നീക്കുപോക്കുകളുമില്ല. എങ്കിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമം മാത്രമേ അനുസരിക്കൂ എന്നവർ ദുർവാശി പിടിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നിയമം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഒരു ചുമതലയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അത് അവതരിപ്പിക്കുകയാണ്. ഈ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 17-ാം വാക്യം. ഈ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം മുഴുവൻ സഭയെ സംബന്ധിച്ച പ്രഭാഷണമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം മുഴുവൻ സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രഭാഷണമാണ്. അതിൽ 17-ാം വാക്യത്തിൽ കർത്താവ് ഈശോ മിശിഹ പറയുന്നു. കർത്താവ് ഈശോ മിശിഹ, പൗലോസ്ലീഹ അല്ല, കർത്താവ് ഈശോ മിശിഹ സഭയെയും കൂട്ടാക്കുന്നില്ലെങ്കിൽ അനുസരിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് പുറജാതിക്കാരെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സഭയെയും കൂട്ടാക്കുന്നില്ലെങ്കിൽ അനുസരിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് പുറജാതിക്കാർ, സഭയ്ക്ക് പുറത്തു വിടുക. അവർ പുറജാതിക്കാരെ പോലെയും വിജാതിയരെ പോലെയും ചുങ്കക്കാരെ പോലെയും ആയിരിക്കട്ടെ. അപ്പോൾ സഭയുടെ അച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ട പ്രഭാഷണത്തിലാണ് കർത്താവ് ഈശോ മിശിഹ ഇത് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നിയമം മാത്രമേ നിങ്ങൾ അനുസരിക്കൂ എന്നാണെങ്കിൽ ഈ നിയമം നിങ്ങൾ അനുസരിക്കണ്ടേ? അതായത് ഈ നിയമം ഞങ്ങൾ അനുസരിച്ച് നിങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കണം, നിങ്ങൾ പുറജാതിക്കാരായിട്ട് മാറും. സഭയിൽ നിന്ന് പുറത്താക്കും. സഭയെയും കൂട്ടാക്കുന്നില്ലെങ്കിൽ, സഭയെ അനുസരിക്കുന്നില്ലെങ്കിൽ ആ അനുസരിക്കാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കി വിജാതിയരെ പോലെയാക്കും, പുറജാതിക്കാരെ പോലെയാക്കും. അതാക്കേണ്ടത് സഭയുടെ ചുമതലയാണ്. ഇത് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞ വചനമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വചനത്തിലേക്ക് പോകാം. പൗലോസ് ലീഹായിലൂടെ കർത്താവ് പറഞ്ഞ വചനം 1 കൊരിന്തോസ്
5:1-5 വരെ. ഞാൻ വാചകം ഒന്ന് വായിക്കാം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരുവൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു പോലും. വിജാതിരുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണിത്. അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിച്ചു കൊടുക്കണം. വളരെ പേടിപ്പെടുത്തുന്ന ഒരു വചനമാണ് പൗലോസ് പറയുന്നത്. ഈ ദുർനടപ്പ് എന്ന് പറയുന്നത് ഒരുവൻ തൻ്റെ അപ്പൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയല്ല, രണ്ടാനമ്മ, ചിറ്റമ്മ. അവൻ്റെ അപ്പൻ രണ്ടാമത് കെട്ടിയിരിക്കുന്നു, ഇവൻ്റെ അമ്മ മരിച്ചു പോയി കാണും. ആ അപ്പൻ്റെ ഭാര്യയുടെ കൂടെ, ചിറ്റമ്മയുടെ കൂടെ അല്ലെങ്കിൽ രണ്ടാനമ്മയുടെ കൂടെ കിടക്കുകയാണ് ഇവൻ. ഒരുവൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന പോലും. വിജാതിരുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണിത്. ഇതിനാണ് ദുർനടപ്പ് എന്ന് വിളിക്കണേ. അഗമ്യഗമനം എന്ന് നമ്മൾ പറയും. അഗമ്യഗമനം അതായത് ബന്ധപ്പെടാൻ പാടില്ലാത്ത ആൾക്കാരുമായി ബന്ധപ്പെടുക, ലൈംഗികമായി ബന്ധപ്പെടുക. സ്വാഭാവികമായിട്ടും ചില സംശയം ഉണ്ടാകാം. ഈ അഗമ്യഗമനവും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുമായി എന്ത് ബന്ധമുണ്ട്? ഒന്ന്, വിമതര് അമ്മ എന്ന് പറയുന്നത് അതിമെത്രാസന മന്ദിരത്തെയാണ്, ആ കെട്ടിടത്തെ. കത്തോലിക്ക സഭയെയോ പരിശുദ്ധ കന്യകാമരത്തെയോ അല്ല വിമത വൈദികർ ഞങ്ങളുടെ അമ്മ എന്ന് വിളിക്കുന്നത്. ആ അതിമെത്രാസന മന്ദിരമാണ് അവർക്ക് അമ്മ. അവർ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ അവരുടെ പത്രസമ്മേളനങ്ങളൊക്കെ നോക്കിക്കോളൂ. ഈ പത്രസമ്മേളനം നോക്കിക്കോ, മുമ്പത്തെ നോക്കിക്കോ, ഞങ്ങളുടെ അമ്മ എന്നാണ് ഈ അതിമെത്രാസന മന്ദിരത്തെ അവർ പറയുന്നത്. സാധാരണ വിശ്വാസികൾ പരിശുദ്ധ കത്തോലിക്ക സഭയെയോ പരിശുദ്ധ കന്യകാമരത്തെയോ ആണ് അമ്മ എന്ന് പറയുക. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ പറയുന്നത് ആ അതിമെത്രാസന മന്ദിരമാണ് അവരുടെ അമ്മ എന്നാണ്. അങ്ങനെ അവർ അമ്മയെന്ന് പ്രഖ്യാപിച്ച, വിളംബരം ചെയ്ത ആ അതിമെത്രാസന മന്ദിരത്തിൽ അവർ അതിക്രമിച്ച് കയറി അവിടെ വെപ്പും കുടിയും തീറ്റയും, പിന്നെ മറ്റ് മതസ്ഥരെ പോലും കൊണ്ടുവന്ന സമരം, പിന്നെ തൊട്ടപ്പുറത്തുള്ള കത്തീഡ്രൽ ബസിലിക്കയിൽ പോയി അവിടുത്തെ വികാരിയുടെ അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറി ആഭിചാര കുർബാന. ഇവയൊക്കെ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ദുർനടപ്പുകാരന് തുല്യമല്ലേ? ഇവരുടെ അമ്മ എന്ന് കരുതുന്ന സ്ഥലത്ത് ഇങ്ങനെ മറ്റ് മതസ്ഥരെല്ലാം കൊണ്ടുവന്ന് വെപ്പും കുടിയും തീറ്റയും ആയിട്ട് നിൽക്കുകയും അതിക്രമിച്ച് കയറി ആഭിചാര കുർബാന ചൊല്ലുകയും ചെയ്താൽ അത് ഈ അഗമ്യ ഗമനം എന്ന് പറയുന്ന ദുർനടപ്പ് എന്ന് പറയുന്ന പാപത്തിന് തുല്യമല്ലേ? തുല്യമാണ്. അവരാദ്യം കർത്താവിനെ ആക്രമിച്ചു. കർത്താവിൻ്റെ കുർബാനയെ ആക്രമിച്ചു. പിന്നെ മാർപ്പാപ്പയെ ആക്രമിച്ചു. 4 പ്രാവശ്യം അദ്ദേഹം എഴുതിയിട്ടും പറയാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരെ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് നിങ്ങളുടെ വിമത വൈദികർ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഭാ തലവനെ അധിക്ഷേപിക്കുകയാണ് അതിനെതിരെ പ്രതികരിക്കാതിരിക്കുമ്പോൾ. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരാളാണോ ഈ മാർപ്പാപ്പ? അദ്ദേഹം തന്നെയല്ലേ എത്ര പ്രാവശ്യം ലൊസർബത്തറോ റൊമാനോയിൽ പബ്ലിഷ് ചെയ്തു, നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് പബ്ലിഷ് ചെയ്തു, വീഡിയോ കോൺഫറൻസിലൂടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചതല്ല, ഇത് ഞാൻ കൂലങ്കഷമായി പഠിച്ചതിന് ശേഷമാണ്. ഇതെല്ലാം കൂടാതെ പരസ്യമായിട്ട് റോമായിൽ വെച്ചിട്ട് അദ്ദേഹം നമ്മുടെ മെത്രാന്മാരും അവിടുത്തെ 150 പേര്, സുറിയാനി സഭയിൽ 150 പേരുള്ളപ്പോൾ പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഈ 4 പ്രാവശ്യം മാർപ്പാപ്പ തെറ്റിദ്ധരിക്കുക. അങ്ങനെ പറയുമ്പോൾ മാർപ്പാപ്പയുടെ സ്ഥാനത്തിന് തന്നെ നിങ്ങൾ അതിനെ നിന്ദിക്കും, പരിഹസിക്കുമല്ലേ? എന്നിട്ട് നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലേ അൽമായരെ? ഈ വിമത വൈദികരെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നിങ്ങളാണ് നിലയ്ക്ക് നിർത്തേണ്ടത്. ജനങ്ങളിൽ നിന്നാണ് വിപ്ലവം വരേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയും സഭാ നേതൃത്വം നടപടി എടുക്കട്ടെ. നടപടി എടുത്താലും നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടേ ആ നടപ്പാക്കാൻ? ജനങ്ങളുടെ സപ്പോർട്ട് കൂടിയല്ലേ നടപ്പാക്കാൻ കഴിയുക? ചില ആളുകൾ പുറത്താക്കിയ അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് കല്യാണക്കുറിയും വാങ്ങിച്ചിട്ട് കല്യാണം നടത്താൻ പോയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പിന്നെ എന്ത് ബോധമാണുള്ളത്? പുറത്താക്കപ്പെട്ട അച്ഛന്മാരിൽ നിന്ന് മാമോദിസയ്ക്ക് തല തൊടാനുള്ള കുറിയുമായിട്ട് പോയിരിക്കുന്നു. അപ്പം നിങ്ങൾ കർത്താവ് ഈശോമിശിക്ക് എതിരാണ്, സഭയ്ക്ക് എതിരാണ്, മാർപ്പാപ്പയ്ക്ക് എതിരാണെന്ന് വരില്ലേ? പാപമാണ് കേട്ടോ, അത് പാപമാണ്, വളരെ ഗൗരവമായ പാപം. പാഷാണ്ഡതയിലും ശീഷ്മയിലും ആയിരിക്കുന്നത് വളരെ ഗൗരവമായ പാപമാണ്. വിശ്വാസത്തിലുള്ള വ്യതിചലനം, അപ്പോസ്റ്റസി എന്ന് പഴയ നിയമത്തിൽ പണ്ട് പറയും ആദ്യകാലത്ത് 3 പാപങ്ങളെ രഹസ്യമായി കുമ്പസാരിച്ചിരുന്നുള്ളൂ. ഒന്ന് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം, മറ്റൊന്ന് വ്യഭിചാരം, പിന്നെ കൊലപാതകം. ഏറ്റവും ഗൗരവമായ 3 പാപങ്ങളൊന്നാണ് വിശ്വാസത്യാഗം. അതായത് പാഷാണ്ഡതയിൽ അഭിരമിക്കുക, ശീഷ്മയിൽ അഭിരമിക്കുക. അപ്പോൾ ഈ ദുർനടപ്പ് എന്ന് പൗലോസ്ലീഹ പറയുന്നതും വിമത വൈദികരും ചെയ്യുന്നത് ഒരേ കാര്യമാണ്. അവരുടെ അമ്മയെ അവർ വ്യഭിചരിക്കുകയാണ്. അതാണ് ദുർനടപ്പ്. ഒരുവൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു.
വിമതര് തങ്ങളുടെ അമ്മയെന്ന് കരുതുന്ന ഈ അതിമെത്രാസന മന്ദിരത്തിൽ തോന്നിയാസങ്ങൾ ചെയ്യുന്നു, വ്യഭിചരിക്കുന്നു. വ്യഭിചാരമെന്ന് ഞാൻ പറഞ്ഞത് കർത്താവിനെ അവഹേളിക്കുക, കർത്താവിൻ ലിറ്റർജിയെ അവഹേളിക്കുക, ആഭിചാര കുർബാന ചൊല്ലുക, അതിക്രമിച്ച് കടക്കുക, അവിടെ മറ്റ് മതസ്ഥരുടെ ജീപ്പും മറ്റെല്ലാം കൊണ്ടുവന്ന് ആ മെത്രാസന മന്ദിരത്തെ, അമ്മയെന്ന് വിളിക്കുന്ന മെത്രാസന മന്ദിരത്തെ ശരിക്കും അവർ വ്യഭിചരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസിലേക്ക് ഇങ്ങനെ അവനെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വളരെ ഗൗരവം നിറഞ്ഞൊരു വചനമാണിത്. അപ്പോൾ ഇതിൻ്റെ പല പല അർത്ഥങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. വളരെ വിശദമായൊരു വ്യാഖ്യാനം നൽകേണ്ട വേദിയല്ല ഇത്, എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതൊരു ശ്ലൈഹിക കൽപ്പനയാണ്. പൗലോസിലേക്ക് നൽകുന്ന കൽപ്പനയാണ്. അകലെയിരുന്നു കൊണ്ട് പൗലോസ് ചൊരിഞ്ഞ ശാപം പ്രയോഗത്തിൽ വരുത്താൻ കൊറിന്ത്യരോട് ആവശ്യപ്പെടുകയാണ്. പൗലോസ് ഇത് എഴുതുന്നത് എഫെസസിൽ നിന്നാണ്. എഫെസസിൽ ഇരുന്ന് എഴുതുന്ന പൗലോസ് കൊറിന്ത്യയിലെ സഭയിലെ നേതാക്കന്മാരോട് പറയുകയാണ്, അവനെ ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. അതായത് ഒരു ശ്ലൈഹിക കൽപ്പനയാണ്. അത് പ്രയോഗത്തിൽ വരുത്തേണ്ടത് കൊറിന്തോസിലെ സഭാ നേതൃത്വമാണ്. അപ്പസ്തോലന്റെ കൽപ്പനയനുസരിച്ച് അച്ചടക്ക നടപടിയെടുക്കാൻ പ്രാദേശിക സഭ തയ്യാറാകണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പൗലോസ് അപ്പസ്തോലന്റെ കൽപ്പന അനുസരിച്ച് അച്ചടക്ക നടപടിയെടുക്കാൻ പ്രാദേശിക സഭ എന്ന അതിരൂപത അല്ലെങ്കിൽ രൂപത നടപടിയെടുക്കണം. കൊറിന്തോസിലെ അന്നത്തെ അതിരൂപത നടപടിയെടുക്കണം. അവിടെ കൊറിന്തോസിന് ചുറ്റുമുള്ള 2-3 സഭകളുടെ ആസ്ഥാനമായിരുന്നു കൊറിന്തോസ്. അക്കായി എന്ന് പറയുന്ന സഭയുടെയും തെസലോനിക്ക എന്ന് പറയുന്ന സഭയുടെയൊക്കെ ആ സഭയുടെയൊക്കെ തലസ്ഥാനമായിരുന്നു ഈ കൊറിന്തോസ് എന്ന് പറയുന്നത്. 2, ശിക്ഷാ നടപടി പ്രഖ്യാപിക്കാനുള്ള അധികാരം ശ്ലൈഹിക പിന്തുടർച്ചയുള്ള ആൾക്ക് മാത്രമാണ്. ശിക്ഷാ നടപടി പ്രഖ്യാപിക്കാനുള്ള അധികാരം ശ്ലൈഹിക പിന്തുടർച്ചയുള്ള മെത്രാന് മാത്രമാണ്. 2 കൊറിന്തോസ് 13:10. അതായത് ശ്ലൈഹിക നടപടി ഇല്ലേ, അതിൻ്റെ ശിക്ഷ പ്രഖ്യാപിക്കാൻ അതിന് ബന്ധപ്പെട്ട അധികാരം എന്ന് പറയുന്നത് ശ്ലൈഹിക പിന്തുടർച്ചയിലുള്ള മെത്രാന്മാരോ വൈദികരോ വേണം. 3, കൊറിന്ത്യർ കുറ്റവാളിയെ സഭയിൽ നിന്ന് പുറത്താക്കുകയും അയാളെ സാത്താൻ്റെ പ്രവർത്തന മേഖലയ്ക്ക് കളയുകയും വേണം. കൊറിന്തോസിലെ സഭ കുറ്റവാളിയെ സഭയിൽ നിന്ന് പുറത്താക്കുകയും അയാളെ സാത്താൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് തള്ളുകയും വേണം. ഇതാണ് ഏറ്റവും വലിയ പ്രയാസം വ്യാഖ്യാനിക്കാൻ. സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അക്കാലത്തെ മകറോൻ ശിക്ഷയെ കൊടുക്കുന്നതിനുള്ള സൂത്രവാക്യമാണ്, ഫോർമുല. സഭാഭ്രഷ്ട് അല്ലെങ്കിൽ മകറോൻ ശിക്ഷ കൊടുക്കുന്നതിന് അക്കാലത്ത് പറഞ്ഞിരുന്ന ഒരു വാക്കാണ് സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക. മകറോൻ ശിക്ഷ അല്ലെങ്കിൽ സഭാഭ്രഷ്ട് കൽപ്പിക്കുക എന്നതിന് അന്ന് ഉപയോഗിച്ചിരുന്ന ഫോർമുല, ഈ സഭാഭ്രഷ്ടിൻ്റെ ഫോർമുല, സൂത്രവാക്യം, അതാണ് സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവരാജ്യത്തിൻ്റെ ഭൗമിക പതിപ്പാണ് സഭ. അതിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് സാത്താൻ്റെ രാജ്യത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് തുല്യമാണ്. ഞാൻ ആവർത്തിക്കുക, ദൈവരാജ്യത്തിൻ്റെ ഭൗമിക പതിപ്പാണ് കത്തോലിക്ക സഭ. അതിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് സാത്താൻ്റെ രാജ്യത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് തുല്യമാണ്. 4, എങ്കിലും അയാളെ, ഈ ദുർനടപ്പിലുള്ള ആളെ നശിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, ആ കുറ്റവാളിയുടെ ആത്മാവിന് ഗുണകരമാകാൻ വേണ്ടി അയാളുടെ ജഡത്തെ, അയാളുടെ ദേഹത്തെ, ഗ്രീക്കിൽ സാർക്സ് എന്ന വാക്ക് ഉപയോഗിക്കണേ, മാംസം, അയാളുടെ ജഡം, ദേഹം, മാംസം അങ്ങേയറ്റത്തെ പരിഹാര ശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നു. അതായത് ഈ ദുർനടപ്പിലിരിക്കുന്ന ആളെ പുറത്താക്കുന്നത് അയാളെ നശിപ്പിക്കാനല്ല, അയാളുടെ ആത്മാവിന് ഗുണകരമാകാൻ വേണ്ടി അയാളുടെ ജഡത്തെ, ദേഹത്തെ, മാംസത്തെ അങ്ങേയറ്റം പരിഹാര ശിക്ഷയ്ക്ക് വിധിക്കണമെന്ന്. 1 തിമോത്തി 1:20 ആ സൂചനയുണ്ട്. സാത്താൻ അയാളുടെ ജഡത്തെ അല്ലെങ്കിൽ മാംസത്തെ വിവിധ വ്യാധികളാലും ശാപങ്ങളാലും പീഡിപ്പിക്കുമ്പോൾ അയാൾക്ക് മാനസാന്തരം വന്നേക്കാം. അയാളുടെ അടിസ്ഥാനപരമായ മനോഭാവത്തിന് മാറ്റം വരാം. അയാളുടെ ആത്മാവിന് രക്ഷ ലഭിക്കാം. റോമ 8:13 ഈ സൂചനയുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് സഭയിലെ ശിക്ഷാ നടപടികളുടെയൊക്കെ അർത്ഥം. പിന്നെ ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ആത്മാവ് എന്ന അർത്ഥത്തിലല്ല, അയാൾ എന്ന അർത്ഥത്തിലാണ്. ആത്മാവ് എന്ന് പറയുന്നത് അയാൾ. ജഡം വേദനിച്ചാലും അയാളുടെ ആളത്വം നശിക്കില്ല. ആത്മാവ് നശിക്കില്ലെന്ന് പറഞ്ഞാൽ ആളത്വം നശിക്കില്ലെന്നാണ്. ആളത്വം, ശാരീരിക മരണം അല്ലെങ്കിൽ വ്യാധികൾ എന്ന ശാപം മൂലം വെട്ടിച്ചുരുക്കപ്പെട്ട ഭൗമിക ജീവിതമായിരിക്കും അയാളുടേത്. പക്ഷേ അതുമൂലം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം അയാൾക്ക് കിട്ടിയേക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതേ പ്രശ്നം, അതായത് സഭാഭ്രഷ്ട് എന്ന് പറയുന്ന ആ സംഗതികൾ, ഈ ശാപം അല്ലെങ്കിൽ ഈ പ്രശ്നം വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അംഗീകരിക്കാത്തവരുടെ മേലും വന്നു വീഴുന്നുവെന്ന് പൗലോസ് പറയുന്നുണ്ട്. 1 കൊറിന്തോസ് 11:29-32.
വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം അംഗീകരിക്കാത്തവരുടെ മേലും ഇത്തരം ദൈവിക പ്രഹരം, ദൈവികമായ അടി വന്നു വീഴുന്നു. അല്ലേ? നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ ആത്മശോധന ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നത്. ശിക്ഷാവിധി, കുർബാന സ്വീകരിക്കുമ്പോൾ ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പലരും രോഗിയായി, ചിലർ ബലഹീനരായി, ചിലർ മരിച്ചുപോയി. ഇതാണ് 1 കൊരിന്ത്യർ 11:29-28-32 പൗലോസ് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ദുർനടപ്പ് എന്ന് പറയുന്നത് ഈ അപ്പൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കുന്നത് മാത്രമല്ല, വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിഷേധിക്കുന്നവരുടെ പേരും അംഗീകരിക്കാത്തവരുടെ മേലും ഇത്തരം ഒരു പ്രഹരം, ദൈവിക പ്രഹരം വന്നു വീഴുന്നു. 1 കൊരിന്ത്യർ 11:28-32. വിമത വൈദികരുടെ മേലും സഭയിൽ നിന്ന് പുറത്തുപോയ പെന്തക്കോസ്ത് ദൈവസഭക്കാർ, യഹോവ സാക്ഷികളില്ലേ, അവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. അവർക്ക് മാനസാന്തരം വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവരെയും പുറത്താക്കുന്നത് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ്. ഇനി 7, വിശ്വാസികൾ സമുദായത്തെ പുറത്താക്കിയും സഭയുടെ കൂതാശകൾ വിലക്കിയും ഈ സാത്താൻ്റെ ആക്രമണത്തിൽ നിന്ന് അയാൾ രക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് തോമസ് അക്വീനാസ് പറഞ്ഞത്. കമൻട്രി ഓൺ 1 കൊറിന്ത്യൻസ് 5:1 അദ്ദേഹം പറയുന്നത്, ഈ വിശ്വാസി സമുദായത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയും അയാളെ സാത്താൻ്റെ പുറത്താക്കിയും കൂതാശകൾ വിലക്കിയും അദ്ദേഹത്തെ സാത്താൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. തോമസ് അക്വീനാസ് പറയുന്നതാണ്. അതായത് ദൈവവുമായുള്ള ബന്ധം ശരിയാക്കാൻ വേണ്ടിയാണ് സഭ ഒരാളെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കുന്നത്. മാനസാന്തരപ്പെട്ടാൽ സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനാണ് അങ്ങനെ പുറത്താക്കുന്നത്. ഇങ്ങനെ 7 ധ്വനികളുള്ള ഒരു വചനമാണ് പൗലോസ് പറഞ്ഞത്. അതായത് ഈ അഗമ്യഗമനം അല്ലെങ്കിൽ ദുർനടപ്പ് എന്ന് പറയുന്ന ഈ വിമതര് അവരുടെ ജഡസംഹാരത്തിനായി സാത്താനെ വിട്ടുകൊടുക്കണം. ഇനി ഞാൻ വീണ്ടും മുണ്ടാടനച്ചൻ്റെ വാക്കിലേക്ക് വരും. ഇത് ക്രിസ്തുവിൻ്റെ നിയമം മാത്രമേ അനുസരിക്കുള്ളൂ എന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ്. ഇത് വേദപുസ്തകത്തിൽ ഒന്ന് ഞാൻ ഈശോയുടെ വാക്കുകൾ പറഞ്ഞു, മറ്റൊന്ന് പൗലോസിനോട് പറഞ്ഞ വാക്കുകൾ പറഞ്ഞു. ക്രിസ്തുവിൻ്റെ നിയമം മാത്രമേ അനുസരിക്കുമെങ്കിൽ ഈ നിയമങ്ങളും മുണ്ടാടനച്ചനും വിമത വൈദികർക്കും ബാധകമാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ ജഡസംഹാരത്തിനായി സാത്താന് വിട്ടുകൊടുക്കണം. ഞാൻ മുണ്ടാടനച്ചൻ്റെ വാക്കുകളിലേക്ക് തിരിച്ചു പോകുകയാണ്. ഇവർ, അതായത് കൂലിയായ അംഗങ്ങൾ, മുണ്ടാടനച്ചൻ പറയാണ്, ഇവർ ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നുണ്ട്, ഇവർ കാനൻ ലോ കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഈ മുണ്ടാടന ശേഷം പ്രസംഗിച്ചവരെല്ലാം പറഞ്ഞത് കാനൻ ലോ അനീതിയാണെന്നാണ്. ഈ കാനൻ ലോ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മതി. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ മതി എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എനിവേ അവർ പറഞ്ഞത് കാനൻ ലോ അനീതിയാണ്, അത് മെത്രാന്മാരെ തറവാട്ട് വിട്ട് കൊണ്ടുപോയി വെച്ചോ, ഞങ്ങൾക്ക് വേണ്ടെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സഭയുടെ കാനൻ ലോ അനീതിയാണെന്ന് അവർ പറയണേ. 1917, 1987, 1992 ഈ സമയത്തൊക്കെ അംഗീകരിച്ച് 90 ഈ സമയത്തൊക്കെ അംഗീകരിച്ച് വന്ന ആ കാനൻ ലോ അനീതിയാണെന്ന്. എന്തൊരു കഷ്ടമാണിത്! ആ കാനൻ ലോ ഒപ്പിട്ട മാർപ്പാപ്പന്മാർ അനീതിയാണ്, അവർ തെറ്റ് ചെയ്തു, അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു. നമ്മളാണോ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ലത്തീൻ കാനൻ ലോയും പൗരസ്ത്യ സഭകളുടെ കാനൻ ലോ ഒക്കെ വിളംബരം ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത്? നമ്മളാണോ മാർപ്പാപ്പയോട് പറഞ്ഞേ? എന്തൊരു കഷ്ടമാണ് ഇത്! വിശ്വസിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായർ വലിയ പ്രബുദ്ധരാണെന്നും വിശ്വാസത്തിന് വേണ്ടി പടപൊരുതും എന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത്. ഇപ്പം അതൊക്കെ മൗനത്തിലേക്ക് ഉൾവലിഞ്ഞോ? ഇങ്ങനെ പാഷാണ്ഡതയും ശീഷ്മയും പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിലെ ഒരുപക്ഷെ നിങ്ങളുടെ വൈദികർ നിങ്ങളെ വർഷങ്ങളായിട്ട് നിങ്ങളെ ഈ വിശ്വാസ ത്യാഗത്തിലാണോ പരിശീലനം നൽകിയത്? ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ബൈബിൾ പഠിക്കാനും കാനോണിൽ പഠിക്കാനും ലിറ്ററേച്ചർ പഠിക്കാനും അവസരമില്ലേ? എന്തിനാ നിങ്ങൾ പ്രതികരിക്കാത്തത്? മെത്രാന്മാരെ തെരും പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇരിക്കലാണോ നമ്മുടെ പണി? നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളില്ലേ? അടുത്തത്, ഏത് കാനോൺ പ്രകാരമാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കൂരിയായിൽ നിയമിക്കാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് അനുവാദം നൽകുന്നത്? മുണ്ടാടനച്ചൻ്റെ വാക്കുകളാണ്. ഏത് കാനോൺ പ്രകാരമാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കൂരിയായിൽ നിയമിക്കാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് അനുവാദം നൽകുന്നത്? ഏത് കാനോൺ ലോയാണ് അടിമതി നടത്തുന്ന ഒരാളെ പ്രൊക്യുറേറ്ററായി നിയമിക്കാൻ അനുവാദം നൽകുന്നത്? അതായത് ഇവർ പറയുന്നത് കൂരിയായിലെ ആളുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്, അടിമതി പശ്ചാത്തലമുള്ളവരാണെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് അനുസരിക്കില്ല. എനിക്ക് ചില ചോദ്യങ്ങൾ ഈ വിമത വൈദികരോടും മുണ്ടാടനച്ചനോടും വിമത വൈദികരോടും ചോദിക്കാനുണ്ട്. ഒന്ന്,
ആലഞ്ചേരി പിതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രോപോലിത്തയായും മേജർ ആർച്ച് ബിഷപ്പായും തെരഞ്ഞെടുത്തതും വാഴിച്ചതും 2011 2011. അത് കാനൻ നിയമം അനുസരിച്ചായിരുന്നില്ലേ? അല്ലേ? അന്ന് അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ആരോപണങ്ങളുണ്ടായിരുന്നോ? അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നോ? എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചോ? നിങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ചോ? ഏതെങ്കിലും കാനലോ അദ്ദേഹം ലംഘിച്ചോ? നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയ കള്ളക്കേസ്, ഇല്ലാത്തൊരു ഭൂമി കുംഭകോണ കേസ്, അത് സംഭവിച്ചതുപോലെ 2017 അദ്ദേഹം നിയമിക്കപ്പെട്ടത് 2011. അപ്പോൾ ഈ 6 കൊല്ലക്കാലം നിങ്ങൾ എന്തുകൊണ്ടാണ് ആലഞ്ചേരി പിതാവിനെ അംഗീകരിക്കാതിരുന്നത്, സ്വീകരിക്കാതിരുന്നത്, അനുസരിക്കാതിരുന്നത്? അദ്ദേഹം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായിരുന്നില്ല. നിങ്ങളുടെ തന്നെ വീക്ഷണം അനുസരിച്ച് 2017 നിങ്ങൾ കേസ് കൊണ്ടുവരുന്നത്. അത് കള്ളക്കേസാണ്. ഈ ഭൂമി കുംഭകോണ കേസ് മറ്റൊരു ഭൂമി കുംഭകോണ കേസ് ഇല്ല. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നടപ്പാക്കാൻ നിങ്ങൾ തന്നെയാണ് അനുവദിക്കാത്തത്. അത് ആലഞ്ചേരി പിതാവിന്റെ സ്വത്ത് വിറ്റിട്ട് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത് റോമിൽ നിന്ന്. അപ്പോൾ ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് 2017. 2011 അദ്ദേഹം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയും സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ സീറോ മലബാർ സഭയുടെ തലവനുമായിരുന്നു. എന്തുകൊണ്ട് ഈ ക്രിമിനൽ ആരോപണങ്ങളില്ലാത്ത സമയത്ത് നിങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ചില്ല? 2017 മുമ്പുള്ള ആ കാലയളവെങ്കിലും, ആ 6 വർഷമെങ്കിലും നിങ്ങൾ അനുസരിക്കേണ്ടതായിരുന്നില്ലേ? നിങ്ങൾ അദ്ദേഹത്തെ നാനാവശത്തു നിന്നും ആക്രമിച്ചില്ലേ? പീഡിപ്പിച്ചില്ലേ? ഇതിന് ആലഞ്ചേരി പിതാവല്ല നിങ്ങളോട് പ്രതികാരം ചെയ്യുക. അദ്ദേഹം സ്നേഹമുള്ള പിതാവാണ്. നിങ്ങൾക്കെതിരെ നടപടി എടുക്കരുതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ അങ്ങോരാണ്. ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് ദേഷ്യമുണ്ടായിരുന്നു നടപടി എടുക്കാത്തത് കൊണ്ട്. പക്ഷെ ഒരു പിതൃവാത്സല്യത്താൽ അദ്ദേഹം അത് ചെയ്തില്ല. അതിനാൽ അദ്ദേഹമല്ല നിങ്ങൾക്ക് എതിരെ പ്രതികാരം ചെയ്യുക. ദൈവമായ കർത്താവ് നേരിട്ടാണ് അത് നിർവഹിക്കുക. ആലഞ്ചേരി പിതാവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കർത്താവ് നേരിട്ടായിരിക്കും. അത് നിങ്ങളുടെ കൺവെട്ടത്ത് നിങ്ങൾ കാണും. വിമത വൈദികരെ മുണ്ടാടനച്ച നിങ്ങൾ നിങ്ങളുടെ കൺവെട്ടത്ത് കാണും ദൈവമായ കർത്താവ് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. 2021 മുതൽ CBCIയുടെ ഇന്ത്യയിലെ മൊത്തം മെത്രാന്മാരുടെ സമിതി, അതിൻ്റെ വൈസ് പ്രസിഡന്റും 2022 മുതൽ പ്രസിഡന്റുമായിരുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ 2022 തന്നെ നിങ്ങളുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചു. അത് കാനൻ നിയമം അനുസരിച്ചായിരുന്നില്ലേ? അദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നോ? ഏത് ക്രിമിനൽ പശ്ചാത്തലമാണ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാതിരുന്നത്, അനുസരിക്കാതിരുന്നത്? അദ്ദേഹത്തിന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് അൽമായം മുന്നേറ്റ ഗുണ്ടകളെ വിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയില്ലേ? അപ്പൊ നിങ്ങളല്ലേ കുറ്റക്കാര്? നിങ്ങളല്ലേ ക്രിമിനൽ പശ്ചാത്തലമുള്ളവര്? കാല് തല്ലി ഒടിക്കും ഇല്ലേ? മെത്രാപ്പൊലീത്തയുടെ കാല് തല്ലി ഒടിക്കും. നിങ്ങളുടെ മാർപ്പാപ്പ നിയമിച്ച നിയമാനുസൃതമായ അധികാരിയുടെ കാല് തല്ലി ഒടിക്കും. അദ്ദേഹം കേസ് കൊടുക്കേണ്ടതായിരുന്നില്ലേ നിങ്ങൾക്കെതിരെ? നിങ്ങളല്ലേ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും മാഫിയ സംഘത്തോട് കൂട്ടുകൂടുന്നവരും പിന്നെ ഗുണ്ടാ സംഘങ്ങളെ വിട്ട് കാല് തല്ലി ഒടിക്കും എന്നൊക്കെ പറയുന്നവര്? വേറൊരു ചോദ്യം. 2023 ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ സിറിൽ വാസിൽ പിതാവിനെ പേപ്പൽ ഡെലിഗേറ്റായി നിയമിച്ചത്. അദ്ദേഹം കേരളീയനല്ല, പുറമേ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ്. പേപ്പൽ ഡെലിഗേറ്റ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് കേരളത്തിൽ വന്ന കാര്യങ്ങൾ ചെയ്യാൻ. അത് കാനൽ അനുസരിച്ചല്ലായിരുന്നോ? അദ്ദേഹത്തിന് എന്ത് ക്രിമിനൽ പശ്ചാത്തലമാണുള്ളത്? അദ്ദേഹം പരിശുദ്ധ കുർബാനയുമായി പോകുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ കുപ്പിയെറിഞ്ഞു, ഉപരോധം ഏർപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പരിശുദ്ധ കുർബാനയാണ്, കർത്താവാണ് എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചില്ല. അതുപോലെ നിങ്ങൾ പരിഗണിച്ചില്ല. അതിലൂടെ നിങ്ങൾ കർത്താവിൻ്റെ ലിറ്റർജിയെയും കുർബാനയെയും വാസിൽ പിതാവിനെ നിയമിച്ച മാർപ്പാപ്പിയെയും നിങ്ങൾ അധിക്ഷേപിച്ചു, ധിക്കരിച്ചു, ആക്രമിച്ചു. നിങ്ങളുടേത് ധിക്കാരികളുടെ ഭവനമാണ്, പ്രവാചകൻ പറഞ്ഞതുപോലെ. ഇനി മുണ്ടാടനത്തിന് അവസാനത്തെ വാക്കുകൾ, അന്നത്തെ പത്രസമ്മേളനത്തിലെ അവസാന വാക്കുകൾ. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത കൂരി അംഗങ്ങളെ വെച്ചിട്ട് ഞങ്ങളോട് അനുസരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കില്ല. നിങ്ങളത് പല പ്രാവശ്യം കേൾക്കേണ്ട ഒരു വചനമാണിത്. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത കൂരി അംഗങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ അനുസരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കില്ല. ഇതാണ് പ്രശ്നം. നിങ്ങൾ സത്യമെന്നും നീതിയെന്നും പറയുന്നതും ക്രിസ്തുവിൻ്റെ മാർഗമെന്നും പറയുന്നതും നിങ്ങളുടെ ഈ വാചകത്തിലുണ്ട്. മുണ്ടാണ്ടനച്ഛൻ്റെ ഈ വാചകത്തിലുണ്ട്. നിങ്ങൾ സത്യമെന്ന് പറയുന്നത് എന്താണ്, നീതി എന്ന് പറയുന്നതാണ്, ക്രിസ്തുവിൻ്റെ നിയമം എന്ന് പറയുന്നതാണ്, ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്നതാണ്. അതൊക്കെ ഈ വചനത്തിലുണ്ട്. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത കൂരിയാംഗങ്ങളെ വെച്ചിട്ട്
ഞങ്ങളോട് അനുസരിക്കാൻ പറഞ്ഞ് അങ്ങ് അനുസരിക്കില്ല. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ഏകീകൃത കുർബാന അനുസരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കില്ല. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത മെത്രാന്മാർ വന്നാൽ ആ മെത്രാന്മാരെ ഞങ്ങൾ ഉൾക്കൊള്ളില്ല. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത എന്ത് നിയമം വന്നാലും ഞങ്ങൾ സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത എന്ത് കാര്യം ബൈബിളിൽ ഉണ്ടെങ്കിലും ഞങ്ങളത് സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത കാനൻ ലോ ആണെങ്കിൽ ആ കാനൻ ലോ അനീതിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളിക്കളയും. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തത്, ഇതാണ് പ്രശ്നം. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തത്. വിമത വൈദികരെ, മുണ്ടാടനച്ച, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർ വന്നില്ലെങ്കിൽ, നിങ്ങളുടെ മാഫിയ സംഘത്തെ പിന്തുണയ്ക്കുന്നവർ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു അധികാരത്തെയും അംഗീകരിക്കില്ല. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർ വരണം. നിങ്ങൾ മാഫിയ പ്രവർത്തനം പോലെയാണ് നിങ്ങൾ നടത്തുന്നത്. അതിനെ പിന്തുണയ്ക്കുന്നവർ വരണം. ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സ്വാർത്ഥതയാണ് നിങ്ങളുടെ സത്യം. നിങ്ങളുടെ സ്വാർത്ഥതയാണ് നിങ്ങളുടെ നീതി. നിങ്ങളുടെ സ്വാർത്ഥതയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമം എന്ന് പറയുന്നത്. അല്ലാതെ ക്രിസ്തു നൽകിയ നിയമമല്ല. ക്രിസ്തുവിൻ്റെ സത്യവും ക്രിസ്തുവിൻ്റെ നീതിയുമായി നിങ്ങൾ തെറ്റായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വാർത്ഥതയാണ്. അങ്ങനെ അവതരിപ്പിക്കാൻ കാരണം നിങ്ങളിൽ ദുർഭൂതങ്ങളുണ്ട്, പിശാചബാധയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒന്നുകിൽ നിങ്ങൾ പുറത്ത്, അല്ലെങ്കിൽ നിങ്ങളിലെ പിശാചബാധ പുറത്ത്. ഒന്നുകിൽ നിങ്ങൾ പുറത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പിശാചബാധ പുറത്ത്. രണ്ടിലൊന്ന് കാണാതെ സഭ പിന്തിരിയില്ല. ഇത് പരിശുദ്ധ റൂഹ നൽകുന്ന ഉറപ്പാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.